നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബിനീഷ് പുതുപ്പണത്തിന്റെ മധുരവേട്ട എന്ന നോവലാണ്. DC ബുക്സ് പുറത്തിറക്കിയ ഈ ബുക്കിന് 180 രൂപ വിലയും 126 പേജസുമാണ് ഉള്ളത്. വളരെ വ്യത്യസ്തമായൊരു സ്ത്രീ കഥാപാത്രങ്ങളുള്ള നോവലാണിത്. ഭൂമിയിലെ സകലതും തങ്ങൾക്ക് കൂടി ആസ്വദിക്കാനുള്ളതാണെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്ക് ഉണ്ടാകണമെന്നും ഒന്നിനു വേണ്ടിയും സ്വയം അവകാശങ്ങളും സ്വത്വവും മാറ്റേണ്ടതില്ലെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ സമ്മാനിക്കുന്നതാണ് ഈ നോവൽ. അപ്പോൾ എങ്ങനെയാ കഥയിലോട്ട് കടന്നാലോ? വെറും 5 സ്ത്രീകൾ ചേർന്ന് ഒരു പെൺസഭ ഉണ്ടാക്കുന്നു. എന്തിനാണെന്നല്ലേ? സ്ത്രീകളെ പരസ്യമായി ഉപദ്രവിക്കുന്നവരെ കണ്ടെത്തുകയും അവർക്ക് താക്കീത് നൽകുകയും ആവർത്തിക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുക. ഈ ലിസ്റ്റ് റെഡിയാക്കിയത് കൂട്ടത്തിലെ മേരിയാണ്. നൂറ ഫാത്തിമയുടെ വീട്ടിൽ അന്ന് ചേർന്ന പെൺസഭയിലാണ് ഈ ലിസ്റ്റ് റെഡിയാക്കിയത്. മറ്റു പെൺപുലികളായ അംഗങ്ങളായ ആതിര, ഹസീന, രജനി അവർ കൈയടിച്ച് ലിസ്റ്റ് പാസാക്കി. പിന്നെയും അവർക്കിടയിൽ ഒരു സംശയം: എത്ര താക്കീത് കൊടുക്കണം? എത്ര താക്കീത് കൊടുത്താലും തോണ്ടേണ്ടവൻ തോണ്ടും. പുരുഷന്മാരല്ലേ വർഗം? രജനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മേരി പറഞ്ഞ മറുപടി എല്ലാവർക്കും ഇഷ്ടമായി. താക്കീതിനേക്കാളും നിയമത്തിനേക്കാളും മനുഷ്യർ പേടിക്കുന്ന ഒന്നുണ്ട്: അപമാനം. അപമാന ഭയം പേറാത്ത മനുഷ്യരില്ല. തെറ്റ് ചെയ്തവരെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ അപമാനിച്ചാൽ അവർ ആ തെറ്റ് ചെയ്യില്ല. അങ്ങനെ അവർ ലിസ്റ്റ് ഒന്നുകൂടി പരിഷ്കരിച്ചു. അതെങ്ങനെയായിരുന്നു? ആദ്യം പഞ്ചായത്തിനുള്ളിലെ കുഴപ്പക്കാരായ പുരുഷന്മാരെ കണ്ടെത്തുക. കുറച്ചു ദിവസം അവരെ നിരീക്ഷിക്കുക. കുറ്റക്കാരാണെന്ന് കണ്ടാൽ പരസ്യമായി അപമാനിക്കുക. നാണം കെട്ട് അവരുടെ കണ്ണീരും വീഴും വരെ മാനസികമായി ആക്രമിക്കുക. ഇത്രയുമായാൽ മറ്റു പുരുഷന്മാർക്കും അതൊരു പാഠമാവും. അടുത്ത ഞായറാഴ്ച കൂടിയ പെൺസഭയിൽ ഒരു കുറ്റപത്രം. ആദ്യ കേസ് അവർക്ക് കിട്ടി. ഒരു പൂവാല ശല്യക്കാരനായ വിനോദൻ. പോസ്റ്റ്മാൻ കൂടിയായ വിനോദന്റെ ഞരമ്പ് രോഗം എന്താണെന്ന് വെച്ചാൽ, തിരക്കുള്ള ബസ് കണ്ടുപിടിച്ച് മുൻവാതിലിലൂടെ സ്ത്രീകളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി സ്ത്രീകളുടെ പിൻഭാഗത്ത് മുട്ടി നിൽക്കൽ. പല സ്ത്രീകളും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വിയർത്ത് ഭയന്ന് കണ്ണീരടക്കി സഹിച്ചു നിൽക്കും. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം ഈ 5 സ്ത്രീകളും വിനോദനെ ഒതുക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലെത്തി. തിരക്കില്ലാത്ത 2 ബസ് വന്നു പോയെങ്കിലും വിനോദൻ ആ ബസ്സിൽ കയറിയില്ല. 10 മിനിറ്റ് വൈകി വന്ന അടുത്ത ബസ്സിൽ ഭീകരമായ തിരക്കായിരുന്നു. പതിവ് പോലെ അയാൾ മുൻവാതിലിലൂടെ സ്ത്രീകളുടെ ഇടയിലൂടെ കടന്നുകൂടി. അല്പം ദൂരം കടന്നപ്പോൾ രജനിയുടെ തൊട്ടു പിറകിൽ നിൽക്കുകയായിരുന്നു വിനോദൻ. തോൾ കൊണ്ട് അവളെ ഒന്ന് തട്ടി. അതു കണ്ട മറ്റു 4 പേരും അയാളുടെ ചുറ്റിലും നിലയുറപ്പിച്ചു. ആസൂത്രണം ചെയ്ത പോലെ രജനി അനുകൂലമെന്ന പോലെ അയാളുടെ ശരീരത്തിലേക്ക് ഒട്ടി നിന്നു. വിനോദന് ആവട്ടെ കാമത്തിന്റെ ചൂടിൽ പരിസരം മറന്ന് അവളിലേക്ക് കൂടുതൽ ചാഞ്ഞു. യാതൊരു മാനവുമില്ലാതെ പാൻസിന്റെ സിപ്പ് തുറന്ന് അപമാനത്തിന്റെ മാംസ കഷ്ണം തൻ്റെ പിൻഭാഗത്തേക്ക് അയാൾ ചേർത്തു വയ്ക്കുന്നതിൻ്റെ ചൂടറിഞ്ഞ രജനി കയ്യിൽ കരുതിയ വലിയ മൊട്ടുസൂചി കൊണ്ട് മൂർച്ചയുള്ള ഒരു കുത്ത് അവിടെ സമ്മാനിച്ചു. അയാളുടെ നിലവിളി ഉയരുമ്പോഴേക്കും മറ്റു 4 പേരും അയാളുടെ ചന്തിയിലേക്ക് മുട്ടുസൂചികൾ കുത്തിയിറക്കി. ഉടനെ തന്നെ വണ്ടി നിർത്തി. ആ 5 സ്ത്രീകളും കൂടി അയാളെ അടിച്ച് പഞ്ഞിക്കിട്ടു. പോലീസിനെ വിളിക്കാൻ നിൽക്കാതെ എല്ലാവരുടെയും മുന്നിലിട്ട് പെരുമാറി. കരഞ്ഞ് നിലവിളിച്ച അയാളെ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പു പറഞ്ഞ് വിട്ടയച്ചു. രണ്ടാമത്തെ കേസായി അവരുടെ മുന്നിലെത്തിയത് സ്കൂൾ കുട്ടികളുടെ മുന്നിൽ മുണ്ട് പൊക്കി കാണിക്കുന്ന 31കാരനായ നൗഫലിൻ്റെതാണ്. അയാൾ കാരണം പല കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പേടി. മൂന്നാമതായി അവർ കണ്ടെത്തിയ കേസ് 17 വയസ്സുള്ള കാർത്തികിൻ്റെതാണ്. അവൻ ചെയ്ത കുറ്റം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അശ്ലീലം വിളിച്ചു പറയുകയും അമ്മിഞ്ഞെ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതുമായിരുന്നു. മറ്റൊരു കേസായി അവർ കണ്ടെത്തിയത്
സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ നിരന്തരം സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന 3 യുവാക്കളെ പറ്റിയുമായിരുന്നു. ഈ 5 പെൺപുലികൾ ചേർന്ന് ഇത്രയും കേസുകൾ യഥാർത്ഥ പദ്ധതി തയ്യാറാക്കി അവരെ കയ്യോടെ പൊക്കി സമൂഹത്തിന് മുന്നിലിട്ട് നാണം കെടുത്തി അവരെ കൊണ്ട് മാപ്പും പറയിച്ചിട്ടാണ് വിട്ടത്. മാത്രമല്ല, പിന്നീട് അവർ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നും നിരീക്ഷിച്ചിരുന്നു. ഇത്രയൊക്കെ കേസുകൾ ചെയ്തു തീർന്നപ്പോഴേക്കും പെൺസഭ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു. ഒരുപാട് ഫാൻസായി പെൺസഭയ്ക്ക്. അവർ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലോട്ടും സോഷ്യൽ മീഡിയ പേജിലും അഭിനന്ദനങ്ങളും പുതിയ പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പെൺസഭ ഹിറ്റായതോടെ അവർ ചേർന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഗേൾസ് ഓൺലി ട്രിപ്പ്. ഒരു സ്വിഫ്റ്റ് കാറും എടുത്ത് ഈ 5 പെൺപുലികൾ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ എത്തി. ഭർത്താക്കന്മാരും കുട്ടികളും ഇല്ലാതെ ഈ യാത്ര മാക്സിമം അവർ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്തും ഞങ്ങൾക്കും പറ്റും എന്ന് തെളിയിക്കുവാനായി അവർ വൈനും ബീറും രജനി കൊണ്ടുവന്ന വാറ്റും എല്ലാം ഓർഡർ ചെയ്ത് അവർ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവർക്കിടയിൽ അങ്ങനെ ഒരു സംഭാഷണം വന്നെത്തിയത്. മദ്യം കഴിക്കൽ എല്ലാവരും ചെയ്യുന്നതല്ലേ? ആണുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ള ധൈര്യം കിട്ടുമ്പോൾ അവർ സെക്സ് വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ സമീപിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നമുക്കൊരു ആൺപിടുത്തം ആയിക്കൂടാ? ആൺപിടുത്തം എന്താണെന്ന് അറിയുക എന്ന ഉദ്ദേശശുദ്ധിയോടെ മാത്രം അവർ ഒരു മെയിൽ എസ്കോർട്ടിനെ ഗൂഗിളിൽ തിരഞ്ഞ് വിളിച്ചു വരുത്തി. സുമുഖനും സുന്ദരനുമായ ആ യുവാവിനെ അവർ മദ്യം കൊടുത്ത് സ്വീകരിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നീ എങ്ങനെ ഈ തൊഴിലിൽ എത്തി എന്ന കഥ കേൾക്കണം. എല്ലാവർക്കും പറയാനുള്ള പോലെ ആരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലല്ലോ സെക്സ് വർക്ക്. അവൻ്റെ കഥകൾ കേട്ട് അവർക്ക് സങ്കടം വന്നു. പറഞ്ഞതിലും കൂടുതൽ പൈസ കൊടുത്ത് അവനെ യാത്രയച്ചു. തുടർന്നുള്ള സംസാരങ്ങളിൽ അവർക്കിടയിൽ വന്ന മറ്റൊരു കാര്യമായിരുന്നു വേട്ട. കാട്ടിൽ പോയി കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി തിന്നൽ. ആണുങ്ങൾ വരെ ചെയ്യാൻ പേടിക്കുന്ന കാര്യമാണത്. ഫോറസ്റ്റ് ഓഫീസർമാരുടെ കണ്ണ് വെട്ടിച്ച് കാട്ടിൽ കയറി വേട്ട നടത്തൽ. ചെറിയൊരു ഭയത്തോടെയാണെങ്കിലും അവർ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ കാട് കയറാൻ തീരുമാനിച്ചു. നിയമലംഘനമാണ് അവർ ചെയ്യുന്നതെങ്കിലും ആഗ്രഹപ്രകാരം ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം ഞങ്ങൾക്കും പറ്റും എന്ന് ഈ 5 പെൺപുലികൾ തെളിയിക്കുന്നുണ്ട്. വളരെ വിശദമായി രസകരമായി തന്നെ. വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയ ഈ നോവൽ പുതുതായി വായനാ ലോകത്തേക്ക് കടന്നു വരുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു പുസ്തകമാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം കൂട്ടുകാരെ.